നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പടുകൂറ്റൻ വിജയമെന്ന് പറഞ്ഞാൽ ഇതാണ്. 9 വിക്കറ്റിൻ്റെ വിജയം, അതും 10 ഓവറുകൾ ബാക്കി വെച്ചുകൊണ്ട്. യെസ്, അക്ഷരാർത്ഥത്തിൽ സൗത്ത് ആഫ്രിക്കയെ തീർത്ത് കളഞ്ഞു. 2-1 പരമ്പര വിജയമാണ് ഇന്ത്യൻ ടീം ഏകദിനത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. യശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചുറി, രോഹിത് ശർമ്മയുടെയും കിങ് കോഹ്ലിയുടെയും സുന്ദരമായിട്ടുള്ള ഇന്നിങ്സുകൾ, പൊള്ളിച്ചടുക്കിയ ഇന്നിങ്സുകൾ, ഇത് ചേർന്നപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ഈ കളിയിൽ ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. 270 റൺസിന് അവരെ ഓൾ ഔട്ടാക്കി. 39.5 ഓവറുകളിൽ ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയും ചെയ്തു. യെസ്, പൊള്ളിച്ചടുക്കിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം QDKയുടെ സെഞ്ചുറിയാണ് അവർക്ക് 270 എന്നുള്ള സ്കോറിലേക്ക് എത്താൻ സഹായകരമായത്. കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും ടോസ് ലഭിച്ചിരുന്നില്ല ഇന്ത്യക്ക്. എന്നാൽ ഇക്കളിയിൽ ടോസ് കിട്ടി, ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സിൽ തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. 1 റൺസ് അവരുടെ സ്കോർ ബോർഡിൽ എത്തി നിൽക്കെ റിയാൻ റിക്കിൾട്ടൺ മടങ്ങി, ഡെക്കായിട്ട് മടങ്ങി. അർഷ്ദീപിൻ്റെ പന്തിൽ KL രാഹുൽ പിടിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. പിന്നെ QDKയും ടെമ്പ ബൗമയും ചേർന്നുകൊണ്ട് 100 റൺ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. 114 സ്കോർ എത്തിയതിന് ശേഷമാണ് ബൗമ മടങ്ങിയത്. ക്യാപ്റ്റൻ ബൗമ 67 പന്തിൽ നിന്ന് 48 റൺസ് അടിച്ചിരുന്നു. ബ്രീഡ്സ്കെ 23 പന്തിൽ നിന്ന് 24 റൺസ്. QDK വെടിക്കെട്ട് നടത്തി. 89 പന്തിൽ നിന്ന് 8 4ഉം 6 6ഉം അടക്കം 106 റൺസാണ് അദ്ദേഹം അടിച്ചത്. എന്നാൽ മറ്റാർക്കും വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല. മർക്രം 1 റൺസ്, ബ്രവിസ് 29 റൺസ്, യെൻസൺ 17 റൺസ്, ബോഷ് 9 റൺസ്, കേശവ് മഹാരാജ് 20 നോട്ട് ഔട്ട്, ലുങ്കി എങ്കിടി 1, ബാറ്റ്മാൻ 3. അങ്ങനെ വിക്കറ്റുകൾ വീണപ്പോൾ അവരൊടുവിൽ 270 റൺസിന് ഓൾ ഔട്ടായി. 47.5 ഓവറുകളിൽ അവരുടെ ഇന്നിങ്സ് തീർന്നു. അങ്ങനെ ഇന്നിങ്സ് തീർത്തതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കുൽദീപ് യാദവും പ്രസിദ്ധ് കൃഷ്ണയുമാണ്. രണ്ടുപേരും 4 വീതം വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. കുൽദീപ് 10 ഓവറിൽ 41-ന് 4, പ്രസിദ്ധ് കൃഷ്ണ 9.5 ഓവറിൽ 66 റൺസിന് 4 വിക്കറ്റ്. പിന്നെ അർഷ്ദീപിനും അതുപോലെ ജഡേജയ്ക്കും ഓരോ വിക്കറ്റുകൾ ലഭിച്ചു. മറുപടി ബാറ്റിങ്ങിൽ എന്തൊരു മനോഹരമായിട്ടുള്ള ഇന്നിങ്സാണ് ടീം ഇന്ത്യ കളിച്ചത്. യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഇന്നിങ്സ് ഒരു ഘട്ടത്തിൽ പതിയാണോ എന്നൊക്കെ ആരാധകർക്ക് തോന്നിയിട്ടുണ്ടാവും ജയ്സ്വാളിൻ്റെ പോക്കിൽ. പക്ഷേ രോഹിത് മറുഭാഗത്ത് വേഗത്തിൽ തന്നെ കളിച്ചു. ഒപ്പം ജയ്സ്വാളും പിന്നീട് കൂടെ പിടിച്ചതോടുകൂടി അതിവേഗത്തിൽ നമ്മുടെ ആ ഒരു ചേസിങ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ 26ാമത്തെ ഓവറിൽ ടീം സ്കോർ 155 കടന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് രോഹിത് ശർമ്മ മടങ്ങുന്നത്. രോഹിത് 73 പന്തുകൾ, 7 4ഉം 3 6ഉം അടക്കം 75 റൺസാണ് അടിച്ചത്. ജയ്സ്വാളിന് കൂട്ടായിട്ട് വിരാട് കോഹ്ലി എത്തുന്നു. എന്തൊരു എലഗൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സാണ് വിരാടിൻ്റേത്. മനോഹരമായ സിക്സറുകൾ, ബൗണ്ടറികളൊക്കെ ആ ബാറ്റിൽ നിന്ന് പിറന്നു. 45 പന്തുകൾ, 6 4ഉം 3 6ഉം അടക്കം 65 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നപ്പോൾ യശസ്വി ജയ്സ്വാൾ 121 പന്തിൽ നിന്ന് 12 4ഉം 2 6ഉം അടക്കം 116 റൺസ് അടിച്ചുകൊണ്ട് പുറത്താകാതെ നിന്നു. അങ്ങനെ 61 പന്തുകൾ ശേഷിക്കെ 9 വിക്കറ്റിൻ്റെ പൊളിച്ചടുക്കിയ വിജയം കൊണ്ട് ഈ പരമ്പരയിൽ നമ്മുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.